Hello everyone, today class is thermodynamic functions. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്താണെന്ന് നോക്കി. ഇത് നമുക്ക് സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ നോക്കാം. ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്തായിരുന്നു? ദ ചേഞ്ച് ഓഫ് ഫേസ് വിച്ച് ടേക്സ് പ്ലേസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആൻഡ് ഇൻ വിച്ച് ഹീറ്റ് ഈസ് ഐദർ അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് ആർ കോൾഡ് ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഫേസ് ചേഞ്ച് ചെയ്യുകയാണ്. അവിടെ അങ്ങനെ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുമോ അല്ലെങ്കിൽ ഹീറ്റ് അവിടെ അങ്ങനെ ഇവോൾവ്ഡ് ആണ് ആ ഫേസ് ട്രാൻസിഷന്. അങ്ങനത്തെ ഫേസ് ട്രാൻസിഷനാണ് ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ. എന്നാൽ സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ചേഞ്ച് ഓഫ് ഫേസ് വിച്ച് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആൻഡ് ഇൻ വിച്ച് ദർ ഇസ് നോ ട്രാൻസ്ഫറൻസ് ഓഫ് ഹീറ്റ് and there is no change of volume are called second order phase transition. എന്താണ്? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഫേസ് ചേഞ്ച് ചെയ്യുകയാണ്. പക്ഷേ അവിടെ അങ്ങനെ ഒരു ഹീറ്റും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യണില്ല. അതുപോലെ തന്നെ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഫേസ് ട്രാൻസിഷനാണ് സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷനിൽ എൻട്രോപ്പിയും വോളിയം എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ, അതായത് ഫേസ് 1 നിന്ന് ഫേസ് 2ലേക്ക് മാറുമ്പോൾ അവിടെ ഇങ്ങനെ എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നുണ്ട് ആൻഡ് വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെ എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷനിൽ എന്ത് ചെയ്യുന്നില്ല, എൻട്രോപ്പി വോളിയം ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. എൻട്രോപ്പി വോളിയം ഒക്കെ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷനിൽ നമുക്ക് എന്തൊക്കെ അസംഷനിലെത്താം? ഗിബ്സ് പൊട്ടൻഷ്യൽ എന്താണ്, റിമെയിൻ സെയിം ആണ്. അത് ഫസ്റ്റ് ഓർഡറിൻ്റെ അതേപോലെ തന്നെ. ഫസ്റ്റ് ഓർഡറിലും എന്താണ്, ഗിബ്സ് പൊട്ടൻഷ്യൽ സെയിം ആണ്. അതായത് G1 = G2 ആണ്. ഫേസ് 1ലുള്ള ഗിബ്സ് G1 ആണെങ്കിൽ ഫേസ് 2ലുള്ളത് G2 ആണ്. അത് രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. G1 = G2 ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷനിലും G1 = G2 ആണ്. ഇനി രണ്ടാമത്തേത് എന്താ പറഞ്ഞത്? ദ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ടി ആൻഡ് പി ഈസ് കണ്ടിന്യൂസ് അക്രോസ് ദ ട്രാൻസിഷനിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ടിയും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു പിയും എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, എൻട്രോപ്പി നമ്മൾ പറഞ്ഞു എൻട്രോപ്പിക്ക് ഒരു ചേഞ്ചും ഇല്ല. S1 = S2 ആണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു പി എന്ന് പറഞ്ഞാൽ വോളിയമാണ്. വോളിയത്തിനും ഒരു ചേഞ്ച് ഇല്ല. വോളിയം എന്താണ്, കണ്ടിന്യൂസ് ആണ്. V1 = V2 ആണ് വരിക. ഇനി നമ്മൾ ജീനെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണുകയാണ് വിത്ത് റെസ്പെക്ട് ടു ടി ആൻഡ് പി. പക്ഷേ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ടി ആൻഡ് പി ഈസ് ഡിസ്കണ്ടിന്യൂസ് ആണ് ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ഫ്രം വൺ ഫേസ് ടു അനദർ ഫേസ്. അത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് ഹീറ്റ്, കംപ്രസിബിലിറ്റി ഒക്കെയാണ് ജിയുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അതെന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. നമുക്ക് സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒരു എക്സാമ്പിൾ എന്താണ്, ക്യൂറി ടെമ്പറേച്ചറിൽ നമുക്കറിയാം ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആവും. ആ ഒരു ട്രാൻസിഷൻ എന്താണ്, സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ ഒരു എക്സാമ്പിളാണ്. അതായത് എന്താണ്, ട്രാൻസിഷൻ ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻറ്റു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ അറ്റ് ക്യൂറി ടെമ്പറേച്ചർ. ഇനി സെക്കൻഡ് വൺ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്തായിട്ട് മാറും, നോർമൽ കണ്ടക്ടർ മെറ്റീരിയലായിട്ട് മാറും. അതൊരു എക്സാമ്പിളാണ്. ട്രാൻസിഷൻ ഓഫ് സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഇൻറ്റു നോർമൽ കണ്ടക്ടർ ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ എന്താണ്, ഓർഡർ ഡിസോർഡർ ട്രാൻസിഷൻ ഇൻ കെമിക്കൽ കോമ്പൗണ്ട്സ് ആൻഡ് അലോയ്സ്. ഇതാണ് സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷനുള്ള എക്സാമ്പിൾസ്. നമുക്ക് ഈ ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫിൽ എന്താണ് പറയുന്നത്, ഗിബ്സ് ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്, എൻട്രോപ്പി കണ്ടിന്യൂസ് ആണ്, വോളിയം കണ്ടിന്യൂസ് ആണ്. ആ കാര്യമാണ് ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. നമുക്കറിയാം എന്ത്, S1 = S2 ആണെന്ന്, V1 = V2 ആണെന്ന് ആൻഡ് G1 = G2. ഇതൊന്ന് നമുക്ക് എന്തിനുള്ള ഇക്വേഷൻ എഴുതാം, CPക്കുള്ള ഇക്വേഷൻ എഴുതാം. CP = സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്താണ്, T × ∂S/∂T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അത് നമുക്ക് അറിയുന്ന ഇക്വേഷനാണ്. അതൊന്ന് നമുക്ക് CP/T എന്തെഴുതാം, ∂S/∂T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണെന്ന് എഴുതാം. S എന്നുള്ളത് എന്താണ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അത് നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -∂G/∂T എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എസ്സിന്. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് വരും, ∂/∂T ഓഫ് -∂G/∂T അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് വരും. അതായത് CP/T
ടി ഈസ് ഈക്വൽ ടു എന്താ വരിക മൈനസ് ഡോ സ്ക്വയർ ജി ബൈ ഡോ ടി സ്ക്വയർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് വരും. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇനി ഐസോതെർമൽ കംപ്രസിബിലിറ്റിക്കുള്ള ഇക്വേഷൻ എന്താണ്? കെ ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ വി ഡോ വി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. ഇനി ഇവിടുന്ന് അപ്പോൾ നമുക്ക് കെ വി എങ്ങനെ എഴുതാം? കെ വി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ പി ആണ്. വി എന്താണ്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു പി ആണ്. അതായത് വി ഈസ് ഈക്വൽ ടു എന്താണ്? ഡോ ജി ബൈ ഡോ പി ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കെ വി ഈസ് ഈക്വൽ ടു എന്ത് എന്ന് വരും? മൈനസ് ഡോ സ്ക്വയർ ജി ബൈ ഡോ പി സ്ക്വയർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷനുള്ള ഇക്വേഷൻ എന്താണ്? ഗാമ ഈസ് ഈക്വൽ ടു 1 ബൈ വി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഇവിടെ ഇന്ന് നമുക്ക് ഗാമ വി എന്തെഴുതാം? ഗാമ വി ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി എന്തായിരുന്നു? ഡോ ജി ബൈ ഡോ പി ആണ്. വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ഗാമ വി ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ജി ബൈ ഡോ ടി ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. ഇനി ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഫേസ് 1 ഇക്വേഷൻ എഴുതാം, ഫേസ് 2 ഇക്വേഷൻ എഴുതാം. ഫേസ് 1 ഇക്വേഷൻ എന്താ വരിക? സി പി 1 ബൈ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ സ്ക്വയർ ജി 1 ബൈ ഡോ ടി സ്ക്വയർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇതിന് ഇക്വേഷൻ നമ്പർ 4 കൊടുക്കുക. ഇവിടെ അങ്ങനെ എന്താണ്? ടി എന്തുകൊണ്ടാണ് T1 എഴുതാത്തത്? ടി എന്താണ്? ഇസ് കോൺസ്റ്റൻ്റ് ആണ്. രണ്ട് ഫേസിലും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മറ്റേ സ്പെസിഫിക് ഹീറ്റൊക്കെ ആണല്ലോ ചേഞ്ച് ചെയ്യുക, അതുകൊണ്ടാണ് CP1 എടുത്തിട്ടുള്ളത്. ഇനി ഫേസ് 2 ഇക്വേഷൻ എങ്ങനെ എഴുതാം? CP2 ബൈ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ സ്ക്വയർ G2 ബൈ ഡോ ടി സ്ക്വയർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഇനി ഇക്വേഷൻ നമ്പർ 5 മൈനസ് ഇക്വേഷൻ 4 ചെയ്യുക. അപ്പോൾ എന്ത് വരും? CP2 മൈനസ് CP1 ബൈ ടി ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ G2 ബൈ മൈനസ് ഡോ സ്ക്വയർ G2 ബൈ ഡോ ടി സ്ക്വയർ ആണ് വരിക. മൈനസ് ഡോ സ്ക്വയർ G1 ബൈ ഡോ ടി സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഡോ സ്ക്വയർ G1 ആദ്യം എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? CP2 മൈനസ് CP1 ബൈ ടി ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ G1 ബൈ ഡോ ടി സ്ക്വയർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ മൈനസ് ഡോ സ്ക്വയർ G2 ബൈ ഡോ ടി സ്ക്വയർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അതിന് ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുത്തു. ഇനി ഇതുപോലെ നമുക്ക് ഇക്വേഷൻ 2 എന്തെഴുതാം? K2 മൈനസ് K1 ഇൻറ്റു വി ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ G1 ബൈ ഡോ പി സ്ക്വയർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മൈനസ് ഡോ സ്ക്വയർ G2 ബൈ ഡോ പി സ്ക്വയർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതിന് ഇക്വേഷൻ നമ്പർ 7 കൊടുക്കാം. ഇതെങ്ങനെയാണ്? ഫേസ് 1 ഫേസ് 2 ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ഫേസ് 2 ഫേസ് 1 മൈനസ് ചെയ്യാൻ ചെയ്യുന്നത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 3 നമുക്ക് എന്തെഴുതാം? ഗാമ 2 മൈനസ് ഗാമ 1 ഇൻറ്റു വി ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ G2 ബൈ ഡോ ടി ഡോ പി മൈനസ് ഡോ സ്ക്വയർ G1 ബൈ ഡോ ടി ഡോ പി. അതിന് ഇക്വേഷൻ നമ്പർ 8 എന്നും കൊടുക്കാം. നമുക്കറിയാം സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷനിൽ എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് S1 ഇസ് ഈക്വൽ ടു S2 ആണ്. നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണ് ടെമ്പറേച്ചറിലും പ്രഷറിലും. അപ്പോൾ നമുക്ക് എൻട്രോപ്പി എന്തെഴുതാം? S1 പ്ലസ് DS1 ഇസ് ഈക്വൽ ടു S2 പ്ലസ് DS2. നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ കഴിഞ്ഞതിൽ ചെയ്തില്ലേ? G1 പ്ലസ് DG1 ഇസ് ഈക്വൽ ടു G2 പ്ലസ് DG2 എഴുതാൻ എന്താ ചെയ്തത്? ടെമ്പറേച്ചറിനെ Tന്ന് T പ്ലസ് DT ആക്കി, അതേപോലെ തന്നെ പ്രഷർ Pന്ന് P പ്ലസ് DP ആക്കി. അപ്പോൾ വരുന്ന ഒരു ചേഞ്ചാണ് ഈ കാണിക്കുന്നത് S1 പ്ലസ് DS1 എന്ന്. അപ്പോൾ ഇതിന് നമുക്ക് എന്തെഴുതാം? S1 പ്ലസ് DS1 ഇസ് ഈക്വൽ ടു S2 പ്ലസ് DS2 എന്ന് എഴുതാം. അതിന് നമുക്ക് എന്തെഴുതാം? DS1 ഇസ് ഈക്വൽ ടു DS2 എന്ന് എഴുതാം. നമുക്കറിയാം എൻട്രോപ്പി എന്താണ്? ഇവിടെ എൻട്രോപ്പി ഈസ് ദ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ്. അപ്പോൾ S ഇസ് ഈക്വൽ ടു S ഓഫ് TP എന്ന് എഴുതാം. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ DS ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻറ്റു DT പ്ലസ് ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇൻറ്റു DP ആയിരിക്കും. ഇനി ഇതിൽ ഡോ എസ് ബൈ ഡോ പി അറ്റ് ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിന് നമുക്ക് എങ്ങനെ എഴുതാം? CP ബൈ ടി. നേരത്തെ CP ബൈ ടി എഴുതിയ ഇക്വേഷനിലുണ്ടല്ലോ, ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് CP ബൈ ടി. അപ്പോൾ അതിനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഉണ്ട്. ഇത് മാക്സ്വെൽ റിലേഷൻ എന്ന് കണ്ടുപിടിക്കുക. മാക്സ്വെൽ റിലേഷൻ എന്താണ്? ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്താണ്? മൈനസ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അത് ആ ഡിവൈസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി.
അപ്പോൾ നമുക്ക് ഡി എസിനുള്ള ഇക്വേഷൻ എന്തെന്ന് എഴുതാം. ഡി എസ് ഇസ് ഈക്വൽ ടു സി പി ബൈ ടി ഇൻറ്റു ഡി ടി പ്ലസ് മൈനസ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻറ്റു ഡി പി ആയിരിക്കും. ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്താണ്? ഗാമ വി ആണ്. നേരത്തെ നമ്മൾ എഴുതി ഇക്വേഷൻ 3 അവിടെ നിന്നല്ലേ വന്നത്. ഗാമ വി ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ജി ബൈ ഡോ ടി. ഡോ പി വന്നത് എവിടെ നിന്നാണ്? ഗാമ വി ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ ടി എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡോ വി ബൈ ഡോ ടിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഗാമ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി എസ് ഇസ് ഈക്വൽ ടു സി പി ബൈ ടി ഡി ടി മൈനസ് ഗാമ വി ഡി പി. ഇനി നമുക്ക് ഫേസ് 1നും ഫേസ് 2നുള്ള ഇക്വേഷൻ എഴുതാം. അതായത് ഡി എസ് 1ഉം ഡി എസ് 2 എഴുതാം. എന്നിട്ട് ഡി എസ് 1ഉം ഡി എസ് 2 എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? ഈ രണ്ടും ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ എന്ത് കണ്ടു? ഡി എസ് 1 ഇസ് ഈക്വൽ ടു ഡി എസ് 2 ആണെന്ന് കണ്ടു. സോ രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? സി പി 1 ബൈ ടി ഇൻറ്റു ഡി ടി മൈനസ് ഗാമ 1 വി ഡി പി ഇസ് ഈക്വൽ ടു സി പി 2 ബൈ ടി ഇൻറ്റു ഡി ടി മൈനസ് ഗാമ 2 വി ഡി പി എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? ഗാമ 2 എൽ എച്ച് എസ്ക്കും കൊണ്ടുപോവുക. സി പി 1 ബൈ ടി ഡി ടി എന്ത് ചെയ്യുക? ആർ എച്ച് എസ്ക്കും കൊണ്ടുപോകുക. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് വരും? ഗാമ 2 വി ഡി പി മൈനസ് ഗാമ 1 വി ഡി പി ഇസ് ഈക്വൽ ടു സി പി 2 ബൈ ടി ഡി ടി മൈനസ് സി പി 1 ബൈ ടി ഡി ടി എന്ന് വരും. ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? എൽ എച്ച് എസ്സിൽ വി ഡി പി ഔട്ട് സൈഡ് എടുക്കുക, അതുപോലെ ആർ എച്ച് എസ്സിൽ ഡി ടി ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഇക്വേഷൻ എന്തെന്ന് വരും? ഗാമ 2 മൈനസ് ഗാമ 1 ഇൻറ്റു വി ഡി പി ഇസ് ഈക്വൽ ടു സി പി 2 മൈനസ് സി പി 1 ബൈ ടി ഇൻറ്റു ഡി ടി എന്ന് വരും. അതിൽ നിന്ന് ഡി പി ബൈ ഡി ടി എന്തെഴുതാം? സി പി 2 മൈനസ് സി പി 1 ബൈ ടി വി ഇൻറ്റു ഗാമ 2 മൈനസ് ഗാമ 1 എന്ന് എഴുതാം. ഇതാണ് എന്ത്? ഒരു ഏൺ ഫസ്റ്റ് ഇക്വേഷന്. നമ്മളിവിടെ ഇങ്ങനെ 2 ഏൺ ഫസ്റ്റ് ഇക്വേഷനാണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ. നമ്മൾ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷനിൽ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? ക്ലോഷ്യസ് ക്ലാപ്രോൺ ഇക്വേഷനാണ് കിട്ടിയത്. ഇവിടുന്ന് നമുക്ക് ഏൺ ഫസ്റ്റ് ഇക്വേഷനാണ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്തെടുക്കുക? നമുക്കറിയാം സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷനിൽ വോളിയം എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. സോ അതായത് എന്താണ്? V1 ഇസ് ഈക്വൽ ടു V2 ആണ്. നേരത്തെ ചെയ്ത ഇതേപോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ V1 എന്നുള്ളത് എന്തായിട്ട് മാറും? V1 പ്ലസ് D1 ആവും. V2 എന്നുള്ളത് V2 പ്ലസ് dV2 ആവും. അപ്പോൾ അത് എങ്ങനെ എഴുതാം? രണ്ടും ഈക്വൽ ആയിരിക്കും, കാരണം ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ V1 പ്ലസ് dV1 ഇസ് ഈക്വൽ ടു V2 പ്ലസ് dV2 എന്ന് വരും. അതായത് dV1 ഇസ് ഈക്വൽ ടു dV2 ആണ്. വി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എന്താണ്? ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ്. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യണം. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? എൻട്രോപ്പി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് എടുക്കുക ചെയ്തത്. ഇവിടെ അതുപോലെ തന്നെ വോളിയം എന്താണ്? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അവിടെ നിന്ന് എന്ത് ചെയ്യുക? അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഈ ഡിഫറൻഷ്യൽ നമ്മൾ പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എന്താണ്? ഡി വി ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇൻറ്റു ഡി ടി പ്ലസ് ഡോ വി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഡി പി. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 3ൽ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്താണ്? ഗാമ വി ആണ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2ൽ നമുക്കറിയാം ഡോ വി ബൈ ഡോ പി എന്നുള്ളത് എന്താണ്? മൈനസ് കെ വി ആണ്. അപ്പോൾ അതും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി വി എന്തായിട്ട് വരും? ഗാമ വി ഡി ടി മൈനസ് കെ വി ഡി പി എന്ന് വരും. അത് നമുക്ക് ഫേസ് 1നും ഫേസ് 2നുള്ള ഇക്വേഷൻ എഴുതാം. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഗാമ 1 വി ഡി ടി മൈനസ് കെ 1 വി ഡി പി ഇസ് ഈക്വൽ ടു ഗാമ 2 വി ഡി ടി മൈനസ് കെ 2 വി ഡി പി എന്ന് വരും. അതിനെന്ത് ചെയ്യുക? കെ 2 വി ഡി പിനെ നമുക്ക് എൽ എച്ച് എസ്ക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഗാമ 1 വി ഡി ടിനെ ആർ എച്ച് എസ്ക്കും കൊണ്ടുപോവുക. എന്നിട്ട് അതിന്ന് വി ഡി പി എൽ എച്ച് എസ്സിൽ കോമൺ ആണ്. അതുപോലെ തന്നെ ആർ എച്ച് എസ്സിൽ എന്താണ്? വി ഡി ടിയും കോമൺ ആണ്. ഇത് രണ്ടും ഔട്ട് സൈഡ് എടുക്കുക. ഔട്ട് സൈഡ് എടുത്തിട്ട് ഇക്വേഷൻ എന്തായിട്ട് വരും? വി ഇൻറ്റു കെ 2 മൈനസ് കെ 1 ഇൻറ്റു ഡി പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഗാമ 2 മൈനസ് ഗാമ 1 ഡി ടി എന്ന് വരും. ഇതിൽ വി ക്യാൻസലായി പോകും. അപ്പോൾ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? കെ 2 മൈനസ് കെ 1 ഡി പി ഈസ് ഈക്വൽ ടു ഗാമ 2 മൈനസ് ഗാമ 1 ഡി ടി എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് ഡി പി ബൈ ഡി ടി എന്തെഴുതാം? ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഗാമ 2 മൈനസ് ഗാമ 1 ഇൻറ്റു കെ 2 മൈനസ് കെ 1. ഇതാണ് എന്ത്? ഒരു ഫസ്റ്റ് ഇക്വേഷൻ. 2 ഫസ്റ്റ് ഇക്വേഷനാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഈ ഇക്വേഷൻ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം ബിറ്റ്വീൻ 2 ഫേസസ്. അതിൻ്റെ കണ്ടീഷനാണ് ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്.
നമ്മളിവിടെ അങ്ങനെ സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷനും പറഞ്ഞു. അതിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? dp/dt is equal to cp2 minus cp1 divided by tv into gamma2 minus gamma1. And the second first equation എന്താണ്? gamma2 dp/dt is equal to gamma2 minus gamma1 divided by k2 minus k1. ഇത്രയും കാര്യമാണ് നമ്മളിന്ന് പറഞ്ഞത്. So let us wind up the class. Thank you.